ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബംബ്ലോസ്റ്റിക് കെഡ്ലോസ്കി വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളിന്ന് അവഞ്ചേഴ്സിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോയുടെ ഒരു സാധനം നമ്മൾ എടുക്കാൻ പോകുന്നത് ഗൈസ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം തോറിൻ്റെ ഹാമറാണ് നമ്മൾ എടുക്കാൻ പോണത്. ഓക്കെ, തോറ് ഭയങ്കര പവറുള്ള ആളായതുകൊണ്ട് നമുക്ക് തോറിനെ ഭയങ്കര പേടിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, അയൺമാൻ്റെ വീട്ടിലാണ് തോറിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാ അവഞ്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി പെടാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ? ഓക്കെ, നമുക്ക് വണ്ടി എടുത്ത് പോകാം ഗൈസ്. ഓക്കെ 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 ഓ, നമ്മൾ അയൺമാൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ലൈക്ക് അടിക്കുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ 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 ഗൈസ്, നമ്മൾ ഈ വണ്ടി എവിടെ ഒളിപ്പിച്ചിടണം ഗൈസ്. അത് നല്ല സ്പോട്ട് തപ്പാണ്. കാരണം ആരെങ്കിലും വണ്ടി കണ്ട ഇവിടെ ആരെയും വന്നിട്ട് അറിയും. അപ്പം നമ്മളെ പിടിക്കപ്പെടാൻ സുഖമായി ഗൈസ്, എളുപ്പം. ഓക്കെ ഗൈസ് നമുക്ക് പോകാം. ഓക്കെ, വെയിറ്റ് ഗൈസ്. ഒരു ആൻറ്റിമാൻ അല്ലേ ഗൈസ്? ഈ ആൻറ്റിമാന് വേറെ പണിയില്ലേ? സൂപ്പർ ഹീറോസിൻ്റെ വില കളയാനായിട്ട് എപ്പോഴും അയൺമാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറ്റി പോലെ നിൽക്കും. ഒരാൾ സമാധാനമായിട്ട് മോഷ്ടിക്കാൻ വിടില്ല ഈ ആൻറ്റിമാൻ. ഓക്കെ നമുക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആൻറ്റിമാൻ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യണം. അപ്പം നമുക്കൊരു ഫ്ലയർ കത്തിച്ചെറിഞ്ഞാലോ? എന്താ ഏതാലോ ഗൈസ്? ഓക്കെ, ഫ്ലയർ കത്തിച്ചെറിയാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. സബ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, നമുക്ക് ആ ദൂരത്തേക്ക് അറിയാം ഗൈസ്. അന്നേരം ദൂരം പോയി നമുക്ക് സുഖമായിട്ട് ഉള്ളിൽ കയറാമല്ലോ, നമ്മൾ കാണില്ലല്ലോ. അപ്പോൾ എല്ലാവരും 3, 2, 1 എണ്ണിക്കോ ഗൈസ്. ഓക്കെ, 3, 2, 1 ഗോ. ഓക്കെ, നമുക്ക് പോവും. ഓക്കെ ഗൈസ്, ആൻറ്റിമാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നേരെ അയൺമാൻ്റെ വീടിനുള്ളിൽ കയറാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ അയൺമാൻ്റെ സ്യൂട്ട് അടിച്ച് മാറ്റിക്കൊണ്ട് എല്ലാവരും നല്ല പ്രിപ്പയർഡായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിലെങ്ങാനും പോയി ചാടിയാൽ പെട്ടെന്ന് പിടിക്കപ്പെടും. നമ്മളങ്ങനെ അവർ കണ്ടിട്ടൊന്നുമില്ല ഗൈസ്, നമ്മുടെ ഫേസൊന്നും ആരും കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടാലും നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. ഓക്കെ ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും തോറിനെ ആരെയൊന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് കുറച്ചും കൂടി ഇവിടെയൊക്കെ നോക്കാം, പക്ഷെ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ഓക്കെ, അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു ഗൈസ്. ഞാനയാളെ കണ്ടു ഗൈസ്, ഇപ്പോൾ ഞാനയാളെ കണ്ടു. തിരിഞ്ഞ് ഓടിയാലോ ഗൈസ്? വേണ്ട ഗൈസ്, പിന്നാലെ നടിച്ചിടും. ഞാൻ ഒരു പച്ച കളർ ഹൾക്കാൻ തോന്നുന്നു ഗൈസ്. എനിക്ക് നോക്കാൻ പേടിയാവുന്നു ഗൈസ്. നിങ്ങൾ നോക്കിയിട്ട് പറയാം ഹൾക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഹൾക്കണ്ണ, അതെ ഹൾക്കണ്ണ, അത് ഞാൻ ഇവിടെ അതെ അത് അല്ല, അതൊന്നുമില്ല ഹൾക്കണ്ണ. ഇത് ഇവിടെ അത് ഞാനിവിടെ മറ്റേ ഇത് ഇല്ലേ, മറ്റേത് അല്ല, സ്വിഗ്ഗി അത് സ്വിഗ്ഗിയോ സൊമാറ്റോയോ? അത് പിന്നെ ഇത് കണ്ട മറ്റേ ഇത് മറ്റേ അല്ല, അതല്ല ഹൾക്കണ്ണ. ഞാനിവിടെ വെറുതെ മറ്റേ ഇതില്ലേ, എന്താ അത് കിട്ടുന്നില്ല ഗൈസ്. എന്തിപ്പോൾ ചെയ്യാം? പറയാ, മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ എന്നൊക്കെ പറഞ്ഞല്ലോ, ഡ്രസ്സ് അതേപോലെ ഉണ്ട്. ആൾക്കണ്ണ ഞാൻ മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ അതാണ്. എന്തോട്ട് സ്വിഗ്ഗിയോ സൊമാറ്റോ? സ്വിഗ്ഗി സൊമാറ്റോ അല്ല, മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ മറ്റേ ഇതില്ലേ, പെട്ടെന്ന് തോന്നുന്നത് പറടാ. ബാർബി ഡോളല്ലേ? അതെ, ബാർബി ഡോൾ കൊണ്ടുവരുന്ന. അതെ എന്നിട്ട് ബാർബി ഓർഡർ അത് വണ്ടിയിലുണ്ട് ആൾക്കാരണ്ട, ഞാൻ എടുത്തിട്ട്. ശരിയെന്നോ? അല്ല, പെട്ടെന്ന് പോയി എടുത്തിട്ടോ? അല്ല ഹൾക്കണ്ണ ഇവിടെ ഒറ്റയ്ക്കാണോ? അല്ലോ, ക്യാപ്റ്റനും സ്പൈഡർമാനും ഒക്കെ ഉണ്ട്. തോറൊക്കെ ഉണ്ടാവോ ഹൾക്കണ്ണ? ഉണ്ട്. എന്തേ? അതല്ല, വെറുതെ ചോദിച്ചത്, ഞാക്ക് വരുന്ന ഫാനാണേ, അതുകൊണ്ട് ചോദിച്ചതാ. ശരിയെന്നോ? പോയി എന്റെ ബാർബി എടുത്തിട്ട് പോടാ. ആൾക്കണ്ണ അത് റൂമിൽ കൊണ്ടുവച്ച് മതിയായിരിക്കൂലേ അല്ലേ?
ആ ശരി എന്നാ. ഓക്കെ, നീ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചാ മതി. ഹൾക്കണ്ണ. ഓക്കെ. ആ നീ പെട്ടെന്ന് പോയി എടുത്തിട്ട് വാ. എടുത്തിട്ട് വരാം ഹൾക്കണ്ണ. ഇപ്പൊ വരും. ഓക്കെ. എന്റെ ബാർബിക്ക് എന്തേലും പറ്റിയാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ ഹൾക്കണ്ണ. ബാർബി ഓക്കെ, ഞാൻ സെറ്റ് ആക്കി തരാം. പെട്ടെന്ന് പോടാ. പെട്ടെന്ന് വരാം. അയ്യോ, എന്താ ഇവിടെ പരിങ്ങ കളിക്കണ പോവാൻ? ല്ല മോളിത്തെ റൂമാണ് അടിയത്തെ റൂമാണെന്ന് അറിയാൻ വേണ്ടിട്ട് നിന്നതാ. മോളിക്ക് പോയാ മതി നീ. മോളിത്തെ റൂം വെക്കണ്ട. പെട്ടെന്ന് പോ. പോവും. ശരി എന്നാ. അല്ല കേൾക്കണ്ണ, അയൺമാൻ ഇന്നലെ എന്തോ പറ്റിന്ന് കേട്ടു. ഇന്നലെ ആരോ അയൺമാന്റെ സൂട്ട് മേടിച്ചോണ്ട് പറന്നു പോയി. കേൾക്കണേ. എന്നാ ശരി കേൾക്കണ്ണ. നമ്മളെ കുറിച്ചാവും പറഞ്ഞ എന്തായിരിക്കില്ലേ നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ പൊട്ട എത്ര പന പോലെ വളർന്നിട്ട് ബാർബി ഡോൾ വെച്ച് കളിക്കാൻ പോവുക. ഇവനൊക്കെ ഒരു സൂപ്പർ ഹീറോ ആണോ? വിശ്വസിക്കാൻ പറ്റില്ല. ഹൾക്ക് ബാർബി ഡോളുണ്ട്. ഹൾക്കിന് ഇനി കണ്ണിൽ പെടാൻ പാടില്ല. ഗൈസ് ക്യാപ്റ്റൻ ഹൾക്കിന് പോയി ക്യാപ്റ്റനെ വന്നു. ക്യാപ്റ്റൻ അവിടെ എന്തോ കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ് ടി വിയിൽ. ഗൈസ് നമ്മുടെ വീഡിയോ ആണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ നമ്മുടെ ഫാനാന്ന് തോന്നുന്നു. ഗൈസ് നമ്മുടെ ബാറ്റ്മാൻ്റെ സ്യൂട്ട് മോഷ്ടിച്ച ആ വീഡിയോ ആണ് ഇത് കണ്ടോണ്ടിരിക്കണത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല ആ വീഡിയോ ആണിത്. ഓക്കെ. ആൾക്കണ്ണ, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. പെട്ടെന്ന് പോ. മോളിത്തെ റൂം എടുത്തിട്ട് കൊണ്ടുവച്ചോണ്ട് ഗൈസ്. നമുക്ക് ആൾക്കാണ് പിന്നെ മുന്നിൽ പെട്ടുപോയി ഗൈസ്. ഓക്കെ പെട്ട പപ്പടം പോലെ ആക്കി തരും. കാണുന്ന പോലെ ഒന്നുമല്ല. ഓക്കെ, നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ കയറാൻ ഗൈസ്. ഇവിടെ എന്തോ ഗൈസ് റൊമാൻറ്റിക് സ്പൈഡർമാൻ നമ്മൾ കാണാൻ വിചാരിച്ച ആളെന്നല്ല ഗൈസ്. സീൻ റൊമാൻറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുക ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം. സീൻ തന്നെ സ്പൈഡർമാൻ. ഗൈസ് നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അയൺമാൻ്റെ തോറിൻ്റെ ഹാമറാണ് വേണ്ടത്. ഓക്കെ ഗൈസ്, തോറല്ലേ അത്? ഗൈസ് തോട് കാണാണ്ട് വേണം നമ്മൾ എന്താ ചെയ്യാൻ. ഓക്കെ, നമുക്ക് തോറിനെ പിന്നീന്ന് പേടിക്കാം ഗൈസ്. ഓക്കെ, തോറിനെ പിന്നീന്ന് പിടിക്കാം. അപ്പോൾ തോറിനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ ഗൈസ്, പിന്നീന്ന് അടിക്കാം ഗൈസ് തോറിനെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ആയുധം എടുത്തിട്ട് നമുക്ക് അടിക്കാം. നമുക്ക് ബേസ് ബോൾ ബാറ്റ് കൊണ്ട് അടിക്കാം ഗൈസ്. അതാകുമ്പോൾ നല്ല പവർ ഉണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് ബേസ് ബോൾ ബാറ്റ് കൊണ്ട് അടിക്കാം. ഓക്കെ ഗൈസ്, തോറിൻ്റെ തല അടിച്ച് വിളിക്കാൻ കയ്യിൽ കിട്ടുക ഗൈസ്. തീർന്നു. ഒരു 10-20 അടിയിൽ അടിക്കണം. ഇല്ലെങ്കിൽ തോറ് അവിടെ നമ്മൾ എഴുന്നേറ്റ് അടിക്കും ഗൈസ്. ഉറപ്പത് പതിയെ കാണാണ്ട് പോകണം ഗൈസ്. സൗണ്ട് ഇടക്കാണ്ട്. ഓക്കെ അടിച്ചു ഒരു 10-20 അടി അടിക്കാം ഗൈസ്. നല്ല ഓക്കെ ചത്തുണ്ട്. ഓക്കെ നമുക്ക് തോറിന് ഹാമർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, തോറിന് ഹാമർ കിട്ടി. നമുക്ക് ഓടാൻ ആരുടെ കണ്ണിൽ പെടാനും പാടില്ല ഗൈസ്. പെട്ടാ തീർന്നു. ഓക്കെ ബാക്ക് വഴി ഓടി കയറാം. ഓക്കെ വെള്ള ഓക്കെ ഗൈസ്, പോവല്ലേ ഗൈസ്, പോകാൻ പറ്റില്ല ഗൈസ്. കാര്യം നമ്മൾ തോറിനെ അടിച്ചിട്ടത് ആരോ അറിഞ്ഞു തോന്നുന്നുണ്ട് ഗൈസ്. അതെല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കണത്. ഓക്കെ, എന്തോടുണ്ടോ ഹൾക്കിൻ്റെ ബാർബി ഡോൾ കിട്ടിയില്ല പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണം. പറയാൻ പറ്റില്ല ഗൈസ്. ഹൾക്ക് ഇത്ര ചെറിയ കുട്ടിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്ര ചെറിയ മനസ്സാണ്. ഓക്കെ ഗൈസ്. നമ്മളെന്താ പേടിക്കണം ഗൈസ്. നമ്മുടെ തോറിൻ്റെ ഹാമർ ഉണ്ടല്ലോ, നമുക്ക് ഇടിച്ചിട്ട് പോകാം എല്ലാത്തിനും ഗൈസ്. ഓക്കെ 3 നമുക്ക് പറക്കാം. 3, 2, 1 ഗോ. ആൾക്കാരെ പിടിച്ചു. ഈ ആൾക്കാരെ പേടിച്ചു ഗൈസ്. അറിയാണ്ട്. ഓക്കെ അവരെന്തോ സംസാരിക്കുന്നുണ്ട് ഗൈസ്. അവന് നമ്മളെ മൈൻഡ് ചെയ്യണില്ല ഗൈസ്. ഇത് നമ്മൾ അന്നേരം വന്നിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് ലാഭമാണ്. നമുക്ക് ഓടാം. ഹൾക്കിൻ്റെ ബാർബി ഡോളുടെ കാര്യം പറഞ്ഞിരിക്കും. ഓക്കെ
അപ്പോൾ സീൻ ഗൈസ് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല തോറിൻ്റെ പവർ. തോറിന് തന്നെ പറ്റുള്ളൂ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ അയ്യോ ഗൈസ് ആ വണ്ടിയുടെ ടയർ മാത്രമായി ഗൈസ്. എന്താ ചെയ്യുക? വണ്ടിയുടെ ടയർ മാത്രമായി. ഓക്കെ 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 ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്തത് ആരിനെ എന്തെടുക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങൾ സബ് ചെയ്യണില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ വിഷമം. നിങ്ങൾ ഞാൻ എത്ര വീഡിയോ നിങ്ങൾക്ക് എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾ സബ് ചെയ്യില്ല ഗൈസ്, അതാണ് പ്രശ്നം ഗൈസ്. സബ് ചെയ്യാൻ നോക്കുക ഗൈസ്, ലൈക്ക് ചെയ്യാത്തോ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ആരിനെ എടുക്കണമെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് എടുക്കണോ? എടുക്കാം. നിങ്ങൾ ലൈക്കും സബ് ചെയ്താൽ മാത്രം മതി ഗൈസ്. Okay guys, bye.